ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 302 രൂപക്ക് ഞാനൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങണമെന്ന്. ഈ ഇൻസ്റ്റ തുടങ്ങി റീൽസൊക്കെ ചെയ്ത് തുടങ്ങിയ ടൈമിലോട്ടൊരാഗ്രഹമാണ് സെൽഫി സ്റ്റിക്ക് വേണമെന്ന്. നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചില സമയത്ത് ഫോൺ താഴേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിക്കണം കുറേ നാളായി. പിന്നെ യൂട്യൂബ് എന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഒന്നും കൂടി അതിന് ഇമ്പോർട്ടൻസ് തോന്നി. ഫൈനലി ഞാനത് വാങ്ങി. പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇത് ഫോണെങ്ങാനും വെച്ച് താഴെ വീഴുമെന്ന്. കാരണം ഇത് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, 302 രൂപയാണ് ഇതിൻ്റെ വിലയെങ്കിൽ ആ വിലയ്ക്ക് ഇതുണ്ട്. ഒത്തിരി ഹൈറ്റൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്ര ഹൈറ്റൊക്കെ ഉണ്ടെന്നതിന്. ഞാനിപ്പോൾ ഇത് വെച്ച് റീൽസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു കസേര വെച്ചിട്ട് ചെയ്താൽ അപ്പോൾ ഒന്നുകൂടി ഹൈറ്റ് കിട്ടുള്ളൂ. താഴേക്ക് വെച്ചിട്ട് നമ്മളൊരു ഹൈറ്റിന് അത്രയും ഹൈറ്റൊന്നും കിട്ടത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നതും ടെറസിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് പ്രകൃതി രമണീയമായ ശബ്ദങ്ങളും കിളികളുടെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഇതിന് എന്താ പറയുക, ഹൈറ്റ് ഒത്തിരി ഹൈറ്റില്ല, പക്ഷേ ഹൈറ്റ് ഉണ്ട്. ഞാനിത് വെച്ച് റീൽസ് എടുത്തപ്പോൾ ഒരു ചെയറിൽ വെച്ചാണ് ഞാൻ റീൽസ് എടുത്തത്. അപ്പം നമ്മുടെ ഒരാളുടെ ഇപ്പം എൻ്റെ ഒരു ഹൈറ്റിന് ഇതില്ല. അത് നമ്മൾ കസേരമൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുന്നത്. ഇതിനിപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, അതിന് ഇച്ചിരി കൂടി ഹൈറ്റ് ഉണ്ട്. ഞാൻ പിന്നെയാണ് മനസ്സിലായത് ഒരു കട്ടയും കൂടി അത് പൊക്കാനുണ്ടായിരുന്നു. പിന്നെ ക്യാമറ ഉണ്ടല്ലോ, ഇതെന്തിനാണ് ഉപയോഗിക്കണത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനൊരു ക്യാമറ ഉണ്ട് അവിടെ, അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കാശിന് ഇതുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാൻ വാങ്ങുമ്പോൾ 302 രൂപയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോഴും 302 തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വീഡിയോസ് എടുക്കാനും നമ്മുടെ ഫോൺ കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ല, പേടിയുണ്ടായിരുന്നു കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഫോൺ എപ്പോഴും താഴ്ത്ത് കളയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പേടിക്കണ്ട, സംഭവം നല്ലതാണ്. അപ്പം ഞാനിത് വെച്ചൊരു വീഡിയോ എടുത്ത് അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ ഇടാനല്ല, റീൽസ് ചെയ്തു. അപ്പം ഞാനിത് വെച്ച് ഇതെങ്ങനെ ഞാൻ യൂസ് ചെയ്തെന്ന് കാണിച്ചു തരാം. കണ്ട, വലിയ പേടിക്കൊന്നും ഉണ്ടായിരുന്നില്ല, പേടിയൊന്നും വേണ്ടായിരുന്നു, പേടിക്കൊന്നും. പക്ഷേ നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതല്ല എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.